യു.ഡി.എഫ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്ക് നിരാശ. ജില്ലയ്ക്ക് മന്ത്രി വേണമെന്ന് അവസാന നിമിഷം വരെ ആവശ്യമുയർന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല. കാസർഗോഡ് ജില്ലയിൽ 5-ൽ 4 പേരും യു.ഡി.എഫ് എം.എൽ.എമാരാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് അർഹമായ പദവി നൽകണമെന്നാണ് ആവശ്യമുയർന്നിരുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ജില്ലയെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം.പി തന്നെ പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തോടും കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ശ്രീ KPCC നേതൃത്വത്തോടും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരോടും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് കാസർഗോഡിനെ ഒരിക്കലും കൈയൊഴിയാൻ പാടില്ല. മുസ്ലിം ലീഗ് കാസർഗോഡിനെ പരിഗണിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും കാസർഗോഡിനെ പരിഗണിക്കാൻ തയ്യാറാകണം. കാരണം ഇല്ലെങ്കിൽ ഈ ജില്ലയോടുള്ള ഒരു അവഹേളനമായിട്ട് നമുക്ക് വോട്ട് ചെയ്ത ആളുകൾ കാണും. അത് ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു വന്നു. സമൂഹ മാധ്യമങ്ങളിലും മന്ത്രിക്കായി യു.ഡി.എഫ് പ്രവർത്തകർ ക്യാമ്പയിൻ നടത്തി. 3 യു.ഡി.എഫ് എം.എൽ.എമാർ പുതുമുഖങ്ങളാണ്. എന്നാൽ 2ാം തവണ മഞ്ചേശ്വരത്ത് നിന്ന് ജയിച്ചു കയറിയ AK മഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചന ഉയർന്നിരുന്നു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നപ്പോൾ AK മഷ്റഫ് ഇടം പിടിച്ചില്ല. ടേം വ്യവസ്ഥയിൽ വരുമെന്ന് ചർച്ച നടന്നെങ്കിലും അവിടെയും തഴയപ്പെട്ടു. 2001-2004 കാലയളവിൽ ചെർക്കളം അബ്ദുള്ളയാണ് ഏറ്റവും അവസാനം യു.ഡി.എഫ് മന്ത്രിസഭയിൽ ജില്ലയിൽ നിന്ന് ഇടം പിടിച്ചത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ 2016-2021 കാലയളവിൽ കാസർഗോഡ് നിന്ന് E. ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്നു. കാസർഗോഡിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന അവസാന നിമിഷം വരെ പ്രചാരണം നടത്തി യു.ഡി.എഫ് പ്രവർത്തകർ കടുത്ത നിരാശയിലാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.